ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നോക്കി. ഇനി ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എക്സ്പ്ലോർ മോർ സിറ്റുവേഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്സസ്. നിങ്ങൾക്കുള്ള വർക്കാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ കുറേ എക്സാമ്പിൾസ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബിഹൈൻഡ് ദി കളർ ഡിഫറൻസസ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ അല്ലീലിസം അല്ല, പോളിജീനിക് ഇൻഹെറിറ്റൻസിൻ്റെ ഡീറ്റെയിലിംഗ് പോലെയാണ് നമ്മൾ നോക്കുന്നത്. മെലനിൻ ഈസ് ദ പ്രൈമറി പിഗ്മെൻറ്റ് ദാറ്റ് ഗിവ്സ് കളർ ടു ദ സ്കിൻ. മെലനിൻ, the amount, type and type of melanin determines the color of the skin. The geographical region from where an individual ancestors emerged is a major factor that influence skin color, as the intensity of sunlight is also a factor in the determination of color of skin. Varies in different geographical region. Genetic variation suitable for the skin color of each region have occurred. Environmental factors such as sunlight, diet, vitamin D also influence skin color. The human race is genetically diverse. Skin color is only one aspect of this diversity. Okay, how do offsprings have character that their parents do not have? അതെവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ നോൺ മെൻഡലിയൻ ക്യാരക്ടറിൽ നിന്നായിരിക്കാം, ഗ്രാൻഡ് പാരൻസ് നിന്നായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓഫ്സ്പ്രിങ്സ് റിസീവ് ഫ്രം പാരൻസ് മേ നോട്ട് ഓൾവേസ് ബി ദ സെയിം. ദ ചീഫ് ജനറ്റിക് പ്രോസസ് which are responsible for this diversity among individuals are given below. Analyze them and find out the answer to the child's doubt. ജനറ്റിക് പ്രോസസ്സസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻ. എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മെൻ്റലിനത് കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് റീസണാണ് ക്രോസിംഗ് ഓവർ. മിയോസിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് ഗ്യാമിറ്റ്സ്. അത് മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. നമുക്ക് നമ്മുടെ മനുഷ്യന്മാരിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് മിയോസിസ് ആണ് നടക്കുന്നത്. കാരണം നമ്മളൊക്കെ 2N ആയിട്ടുള്ള ആൾക്കാരാണ്, 2N ആയിട്ടുള്ള പാരൻസാണ്. അവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് 4N ആയിട്ടുള്ള കുട്ടി ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. കുട്ടി എന്തായിരിക്കണം? 2N തന്നെ ആയിരിക്കണം, എന്നാലാണ് മനുഷ്യക്കുട്ടിയാവുള്ളൂ. ആ സമയത്ത് ഗ്യാമീറ്റ്സിന് എന്താണ് കൊടുക്കുള്ളൂ? N മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ജസ്റ്റ് ബേസായിട്ട് പഠിച്ചാൽ മതി. അതാണ് മിയോസിസ്. മൈറ്റോസിസ് ആണെങ്കിൽ 2N തന്നെ കൊടുക്കും, കോപ്പി ചെയ്ത് കൊടുക്കും. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ 1.1 to gain an understanding about the process of crossing over which occurs during the first phase of meiosis. ഇവിടെ മിയോസിസിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് ഇതൊരു ക്രോമസോമാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഈ ക്രോമസോമിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉള്ള സ്വഭാവങ്ങൾ. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോം, ഐഡൻറ്റിക്കൽ ക്രോമസോമിൻ്റെ പെയറിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ പെയർഡ് ക്രോമസോം ഈസ് കോൾഡ് കയസ്മ. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് കയസ്മ എന്ന്. ദ ക്രോമാറ്റിഡ് ബ്രേക്സ് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ദ ബ്രോക്കൺ സെഗ്മെൻറ്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ. ദിസ് എക്സ്ചേഞ്ച് കോസ് എ റീകോമ്പിനേഷൻ ഓഫ് അല്ലീൽസ്. ഇങ്ങനെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് റീകോമ്പിനേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ന്യൂ ട്രൈറ്റ്സ് ഉണ്ടാവുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെ പറയാം, ഒട്ടും പാട്ട് പാടാത്ത പാരൻസിൻ്റെയും ഗ്രാൻഡ് പാരൻസും പാട്ട് പാടുന്നവർ, ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസും എന്തായിരിക്കണമെന്നില്ല, പാട്ട് പാടുന്നവരായിരിക്കണമെന്നില്ല. പക്ഷേ കുട്ടികളുണ്ടായി വരുമ്പോൾ ചിലപ്പോൾ പാട്ട് പാടുന്നവരുണ്ടായിരിക്കാം. കാരണം ഈ പാട്ട് പാടുന്ന ഇവരുടെ പാരൻസിൻ്റെ ഇവിടെ ഉള്ള ക്രോസിംഗ് ഓവറിൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത്. ഇവിടെ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് എവിടെ നിന്നാണെന്ന് നോക്കണം. പ്രോസസ് ഓഫ് ക്രോസിംഗ് ഓവർ നോക്കണം. റോൾ ഓഫ് ക്രോസിംഗ് ഓവർ ഇൻ ദ ഫോർമേഷൻ ഓഫ് വേരിയേഷനും. ഇത്രയാണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മ്യൂട്ടേഷനാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്വഭാവം ഉണ്ടാവാനുള്ള കാരണം ഈ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്തുള്ള എന്താണ് ഡിഫറൻസ് കൊണ്ടാണ്. ഇനി മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യുക. നമ്മൾ അറിയുന്ന വാക്കാണല്ലോ മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് ഒന്നിനെ അങ്ങോട്ട് മാസ്ക് ചെയ്യുക, ഒന്നങ്ങോട്ട് കാണാണ്ടാവുക. മ്യൂട്ടേഷൻ ഈസ് ദി സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ ഇവിടെ നോക്കാം. മ്യൂട്ടേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ എറേഴ്സ് ഡ്യൂറിങ് DNA replication, exposure to certain chemicals. ഇപ്പോൾ UV rays ഒക്കെ മ്യൂട്ടേഷൻ ഉണ്ടാക്കുമെന്ന് പറയാറുണ്ട്, റേഡിയേഷനൊക്കെ. മ്യൂട്ടേഷൻ കോസ് ചേഞ്ചസ് ഇൻ ജീൻസ്. ദീസ് ജീൻസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻ വിച്ച് ലീഡ് ടു വേരിയേഷൻ ഇൻ ക്യാരക്ടേഴ്സ്. മ്യൂട്ടേഷൻ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. അതായത് ഇപ്പോൾ ഇവിടെ ടി എ എന്നുള്ളതാണ്
അതിവിടെ വരുന്ന സമയത്ത് ഈ സാധനം അങ്ങോട്ട് മ്യൂട്ടായിപ്പോയി, അത് വർക്കായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ TA ഇല്ലാണ്ടാകുമ്പോൾ തന്നെ ഒരാളുടെ സ്വഭാവം ആകെ മാറുന്നേ. ആ മാറുന്നത് മാത്രമല്ല, അതെന്ത് ചെയ്യും, ജനറേഷൻ ഓവർ ജനറേഷൻസിൽ കൈമാറി കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് ജനറ്റിക്സ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലാസ്റ്റ് പോർഷനാണ്. ജനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ഫീൽഡാണ്. വേരിയസ് ബ്രാഞ്ചസ് ഉണ്ട്. മോളിക്കുലാർ ജനറ്റിക്സ് ഉണ്ട്, പോപ്പുലേഷൻ ജനറ്റിക്സ് ഉണ്ട്, മെഡിക്കൽ ജനറ്റിക്സ് ഉണ്ട്, സൈറ്റോ ജനറ്റിക്സ് ഉണ്ട്, ബിഹേവിയറൽ ജനറ്റിക്സ് ഉണ്ട്, ആൻഡ് ജീനോമിക്സ്. ഇത്രയും ബ്രാഞ്ചസ് ആണ് ജനറ്റിക്സിനകത്ത് വരുന്നത്. ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ ജനറ്റിക്സ് റിലേറ്റഡ് ഫീൽഡ് സച്ച് ആസ് ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് എക്സെട്ര open doors to a wide range of career opportunities at the postgraduate level. Specialized studies in genetic counseling ഉണ്ട്, genomics ഉണ്ട്, medical genetics ഉണ്ട്, and forensic science ഉണ്ട്. Provide opportunities in the health care research and education. Advanced degrees such as PhD ഏതിലൊക്കെയാണ് വരുന്നത്, കട്ടിംഗ് എഡ്ജ് റിസർച്ച് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസിൽ, അഗ്രികൾച്ചറിൽ ആൻഡ് അതർ ഇൻഡസ്ട്രീസ്. The world of genetics is so vast so that it offers endless opportunities of new discoveries and research. For those who are curious about the mysteries of life, genetics is a scientific field that offers more possibilities to explore more domains. ഇനി ജനറ്റിക്സിൻ്റെ കാര്യം നമ്മൾ നോക്കി. ജനറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് അൺറൈവൽസ് ദ മിസ്റ്ററീസ് ഓഫ് ലൈഫ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സ് ഉണ്ടായത്, എങ്ങനെയാണ് മിക്സിംഗ് ഓഫ് ഫ്ലവേഴ്സ് നടന്നത്, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനറ്റിക്സ് എന്ത് ചെയ്തു, നമ്മുടെ ലൈഫിൻ്റെ മിസ്റ്ററീസ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റി. ഹൗ എവല്യൂഷൻ ടേക്സ് പ്ലേസ് എന്നുള്ള കാര്യം, നമുക്ക് മ്യൂട്ടേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ജനറ്റിക് പ്രോസസ് determines the characteristics of an organism. These processes are fundamental to the diversity and evolution of life. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റിയും എവല്യൂഷനും ഒക്കെ ലൈഫിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോസസ്സായി മാറുന്നതെന്ന് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. താങ്ക് യു സോ മച്ച്.